ഹായ്, ഇന്ന് എൻ്റെ വീട്ടിലുള്ളത് യദു കൃഷ്ണൻ. കാലിക്കറ്റ് നിന്നാണ് വരുന്നത്. +2 വിദ്യാർത്ഥിയാണ്. നമ്മുടെ സെപ്റ്റംബർ ഇൻടേക്കിലേക്ക് കാനഡയിലെ ഫാൻഷോ കോളേജിലേക്ക് അഡ്മിഷൻ കിട്ടി പോവുകയാണ്. യദു, കൺഗ്രാജുലേഷൻ. ഓക്കെ, എങ്ങനെയാണ് അഫനിക്സിൽ എത്തിയത്? കോഴിക്കോട് വെച്ചൊരു എക്സ്പോ നടക്കുന്നുണ്ടായിരുന്നു. അച്ഛൻ പറഞ്ഞു അഫനിക്സ് മതി, കാരണം അവരങ്ങനെ എല്ലാം ഡൗട്ടൊക്കെ നല്ല ക്ലിയർ ചെയ്ത്. ആരായിരുന്നു കൗൺസിലർ? എങ്ങനെയായിരുന്നു കൗൺസിലിംഗ് മെത്തേഡ്, അല്ലെങ്കിൽ എല്ലാ ഇൻഫോർമേഷനൊക്കെ എല്ലാം കറക്റ്റായിട്ട് കിട്ടിയോ? എല്ലാം കറക്റ്റായിട്ട് കിട്ടി. എൻ്റെ കൗൺസിലർ ഭാരതിയായിരുന്നു. ഓക്കെ, നല്ല സപ്പോർട്ടും എല്ലാം ഉണ്ടായിരുന്നു. സമയത്ത് ഡൗട്ടൊക്കെ ക്ലിയർ ചെയ്ത്. ഓക്കെ, അപ്പോൾ കൗൺസിലിംഗ് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് സെഷൻ നമ്മുടെ വിസയിലാണ്. വിസയിൽ എങ്ങനെയുണ്ടായിരുന്നു എക്സ്പീരിയൻസ്? വിഷയം നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. എല്ലാം പെട്ടെന്ന് എനിക്ക് ചെയ്തു. ഹാപ്പിയാണ്? ഹാപ്പിയാണ്. ഔട്ട് ഓഫ് 10 എത്ര മാർക്ക് കൊടുക്കും? 10 കൊടുക്കും. ഓക്കെ, അപ്പോൾ ഇത് 100% സാറ്റിസ്ഫൈഡ് ആണെന്ന് പറഞ്ഞു. ഫ്രണ്ട്സിനും ഫാമിലി മെമ്പേഴ്സിനൊക്കെ റെക്കമെൻഡ് ചെയ്യും? റെക്കമെൻഡ് ചെയ്യും. അപ്പോൾ ആ റീസൺ എന്താണെന്ന് കൂടി പറഞ്ഞാൽ എനിക്ക് ഒരു ക്യൂരിയോസിറ്റി ഉണ്ട് അറിയാൻ വേണ്ടിയിട്ട്. വൈ അഫനിക്സ്? എനിക്ക് തോന്നുന്നു കാലിക്കറ്റിൻ്റെ 300-ലധികം ഏജൻസി ഉണ്ടെന്ന് തോന്നുന്നു. കുറെ ഏജൻസീസ് ഉണ്ട്. ഇപ്പം എല്ലായിടത്തും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അവിടെയൊക്കെ IELTS മാർക്ക് വരുമ്പോൾ ഇന്നെ എടുക്കാനൊരു മണി. വിസ റിജക്ഷൻ വരും. ഓക്കെ, പക്ഷേ ഇവര് ഇതില്ലാണ്ട് ധൈര്യമായിട്ടൊന്നും നമുക്ക് സെറ്റ് ആക്കണം എന്നുള്ള ഒരു ഇതിൽ എത്തിച്ചു അല്ലേ? ഓക്കെ, നെക്സ്റ്റ് മന്ത് 16-നാണ് ഞാൻ പോകുന്നത്. അപ്പോൾ എന്നെപ്പോലെ പുറത്ത് പോയി പഠിക്കാൻ താല്പര്യമുള്ള ഏത് കുട്ടികളായിരുന്നു ഞാൻ അഫനിക്സ് എന്ന ടീമിനെ സജസ്റ്റ് ചെയ്യും. താങ്ക് യു അഫനിക്സ്.